വളരെ സങ്കടത്തോടു കൂടി കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിക്കുകയുണ്ടായി. എന്നോട് ഒരുപാട് നേരം അവരുടെ വിഷമങ്ങൾ പറയുകയും അവസാനം എന്നോട് പറഞ്ഞത്, ഉസ്താദേ, നിങ്ങൾ പറയുന്നതൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്, യൂട്യൂബിലൂടെയും മറ്റും നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ട്. പക്ഷേ പറയുന്ന ദിക്റുകളും അതുപോലെ തന്നെ ഒരു ഖുർആനുകളും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതൊന്നും ഓതാൻ അറിയില്ല, എനിക്ക് നോക്കി വായിക്കാൻ കൂടി അറിയില്ല. എനിക്ക് ആകെ അറിയുന്നത് ചെറിയ 1-2 സൂറത്തുകളും സൂറത്തുൽ ഫാത്തിഹയും ഒക്കെയാണ്. ഇതല്ലാത്തതൊന്നും എനിക്കറിയില്ല. അപ്പം എനിക്കിതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറാനുണ്ട്. എന്തെങ്കിലും ഒരു മാർഗം, ഒരു പരിഹാര മാർഗം എനിക്കായിട്ട് പറഞ്ഞു തരുമോ എന്ന് വളരെ വേദനയോട് കൂടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു മറുപടി പറയാൻ കിട്ടിയില്ല. ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്കുള്ള എന്നല്ല, ഇതുപോലെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും വേദനകളും ആവശ്യങ്ങളുമുള്ള പല ആളുകളും അവർക്ക് ഈ പറയുന്ന ഉപാധികളുടെ പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയാതെ അല്ലെ അറിയാത്തതിൻ്റെ പേരിൽ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു പരിഹാര മാർഗം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും സാധിപ്പിച്ചു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സർവാധിപനായ അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, അല്ലാഹു ഖൈറായ രൂപത്തിൽ നടത്തി തരുമാറാകട്ടെ. നമ്മുടെ കൽബിലുള്ള വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു നീക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ. വലിയ സന്തോഷവും വലിയ അഭിമാനവും അഭിവൃദ്ധിയും നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിലൊക്കെ നമ്മൾ പല ഇസ്മുകളെ പറ്റിയും അതുപോലെ തന്നെ ഖുർആൻ ആയത്തുകളെ പറ്റിയും ഖുർആന്റെ വലിയ സൂറത്തുകളെ പറ്റിയും വലിയ വലിയ ദിക്റുകളെ പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പലരും ചെയ്തു നോക്കിയിട്ട് ഉസ്താദേ എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പല അനുഭവങ്ങളും ഉണ്ട്. പല വീഡിയോയുടെ താഴത്ത് കമന്റുകളായൊക്കെ ഒരുപാട് സഹോദരങ്ങൾ വന്നിട്ട്, ഉസ്താദേ ഞാൻ ചെയ്തു നോക്കി, എനിക്കതിന് ഫലം കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇന്നത് ചെയ്തു, എനിക്കതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, വിസ ശരിയാകാൻ വേണ്ടി ഞാൻ ഓതിയത് എനിക്ക് ശരിയായിട്ടുണ്ട്, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പൂർത്തീകരിച്ചത് അവരുടെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും അതുപോലെ നല്ല നല്ല അനുഭവങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷേ ഈ കൂട്ടത്തിൽ ചില ആളുകൾ വിഷമം പറയുന്നത്, ഉസ്താദ് ഈ പറയുമ്പോൾ സൂറത്തു ഫത്ഹ് ഓതാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സൂറത്തു റഹ്മാൻ ഓതാൻ പറയുന്നുണ്ട്, സൂറത്തു റഅദ് ഓതാൻ പറയുന്നുണ്ട്, സൂറത്തു ഹൂദ് ഓതാൻ പറയുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ ദിക്റുകൾ ചൊല്ലാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കി വായിക്കാൻ പോലും ഞങ്ങൾക്കറിയില്ല, നോക്കി വായിക്കാൻ കൂടി ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം, അത് ഞങ്ങൾക്ക് പറ്റുന്ന, ചെല്ലാൻ പറ്റിയ എളുപ്പമുള്ളത്, ഇസ്മുകളൊക്കെ ചൊല്ലാറുണ്ട്, അതിനപ്പുറത്തെ ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ചെറിയ സുഹൃത്തുക്കളെ അറിയുള്ളൂ, ചെറിയ ഫാത്തിഹ ഓതാൻ അറിയാം. അപ്പം ഫാത്തിഹ ഓതാൻ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫാത്തിഹയുടെ മഹത്വങ്ങളും ഫാത്തിഹ കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത് എന്ന്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അത് കാണാൻ ശ്രമിക്കുക. ഇനി അതും പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ അതിനേക്കാൾ ചെറിയൊരു സൂറത്ത്, പരിശുദ്ധ ഖുർആനിന്റെ 1/3 എന്നറിയപ്പെടുന്ന, അതായത് 3 തവണ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടും. അതായത് 10 ജുസ്, ഒരൊറ്റ സൂറത്ത് ഓതിയാൽ 10 ജുസ് ഓതിയ കൂലി കിട്ടുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അല്ലേ, നമുക്കൊക്കെ അറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നീട്ടാനും മണിക്കാനും ഒന്നുമില്ല, എല്ലാവർക്കും ഓതാൻ അറിയുന്ന, കേട്ടുപരിചയമുള്ള, സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പം നമുക്കിനി വലിയ സൂറത്ത് ഓതാൻ അറിയാത്ത സഹോദരങ്ങളുണ്ട് എങ്കിൽ അവർക്ക് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കിയെടുക്കാൻ സൂറത്തുൽ ഇഖ്ലാസ് എങ്ങനെയാണ് ഓതേണ്ടത്, സൂറത്തുൽ ഇഖ്ലാസ് എത്ര എണ്ണം ഓതണം, എപ്പോൾ ഓതണം, ഏത് സമയത്ത് ഓതണം, എങ്ങനെ ഓതണം, ഇതൊക്കെ ചില ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്ക് നമ്മുടെ മുറാദുകളൊക്കെ നമ്മൾ ഇത് ഓതാനിരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾക്ക് ഓതാൻ ഒന്നുകൂടെ എൻ്റെ കൂടെ ഓതാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അലീം. ഞാൻ ഇത് വളരെ വ്യക്തമായിട്ട് ഓതി എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ സൂറത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ തെറ്റിക്കാറുണ്ട്. ചെറിയ സൂറത്തായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പലപ്പോഴും തെറ്റോന്ന്. എങ്ങനെ അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. കൂട്ടി ഓതുമ്പോൾ അങ്ങനെ ഓതും ചില ആളുകൾ, അല്ലേ? നിങ്ങൾ ഓതി നോക്കിയാലും അങ്ങനെ തന്നെ ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്.
കൂട്ടി ഓതിയതാണ്, ശ്വാസം വിടുന്നില്ലല്ലോ, എൻ്റെ ഇടയ്ക്ക് കൂട്ടി അങ്ങോട്ട് ഓതല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കൂട്ടി ഓതുമ്പോൾ അങ്ങനെയാണ് ഓതേണ്ടത്. ഞാനിപ്പോൾ ഓതിയ രൂപത്തിൽ ഓതിയാൽ അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. കൂട്ടി ഓതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ള തജ്വീദിന്റെ നിയമം മനസ്സിലാക്കണം. അതേ സമയത്ത് എന്താ ചെയ്താൽ മതി, അങ്ങനെ ഓതാൻ അറിയില്ലെങ്കിൽ നിർത്തി ഓതാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇപ്പൊ തെറ്റൂല, ക്ലിയർ ആയിട്ട് നമുക്ക് ഓതാൻ പറ്റും. കൂട്ടി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദ് എന്ന് ഒരു നീ ചേർത്തിട്ട് വേണം ഓതേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദ്. ഇങ്ങനെ എന്ത് ചെയ്യണം? അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. നിർത്തി ഓതിയാൽ മതി. ഈ സൂറത്ത് നമുക്കറിയാം. ഇത് എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു മുറാദുണ്ട്. ഇത് ഓതാനിരിക്കുന്ന സമയത്ത് മഗ്രിബ് നിസ്കാര ശേഷം എല്ലാ ദിവസവും, ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇന്ന ദിവസമൊന്നുമില്ല, ഏത് ദിവസവും എടുക്കാം. മഗ്രിബ് നിസ്കരിച്ച ശേഷം സമയമുള്ളൊരു ദിവസം എന്ത് ചെയ്യാം? നിങ്ങളുടെ നിസ്കാരപ്പായിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് മഗ്രിബ് നിസ്കാര ശേഷം 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ. ഒന്നും മെനക്കെട്ടാ. കാരണം ബാക്കിയുള്ള ജോലികളൊക്കെ മാറ്റി വെച്ച് നമുക്കൊരു മുറാദുണ്ട്. എന്ത്? എൻ്റെ ഒരു ആവശ്യം, ഇന്ന ആവശ്യം, വലിയൊരു ആവശ്യമാണ്, നിറവേറി കിട്ടണം. പല ആളുകളും മക്കളുടെ കല്യാണമാണ് പറയാറുള്ളത്. വിവാഹം പെട്ടെന്ന് ശരിയായി കിട്ടാൻ, നല്ല ഹൈറായ വരൻ കിട്ടാൻ. പെട്ടെന്ന് ശരിയാകലല്ല, മറിച്ച് ഹൈറായ ബന്ധം കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറയലുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ജോലി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഹൈറായ ജോലി കിട്ടാൻ വേണ്ടി, നല്ല ശമ്പളമുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ പല ആവശ്യങ്ങളും, എന്ത് മുറാദായിക്കൊള്ളട്ടെ, ദുനിയാവിൻ്റെതാകട്ടെ ആഖിറത്തിൻ്റെതാകട്ടെ, ആ മുറാദ് ഖൽബിൽ കരുതിക്കൊണ്ട് അല്ലാഹുവേ ഞാൻ ഈ ചൊല്ലുന്നത് ഓതുന്നത് കാരണം എനിക്ക് ആ മുറാദ് ഹാസിലായി കിട്ടണം എന്ന നല്ല നിയത്തോട് കൂടിയിട്ട് ഒരാൾ എന്ത് ചെയ്തു? സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ 1000 തവണയൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതി തീർക്കാൻ പറ്റിയ ഒരു ഖദറാണ്, ഒരു കണക്കാണ്. സിമ്പിളായിട്ട് ഓതി തീർക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുക? അത് ഓതുമ്പോൾ ആ നല്ല നിയത്തോട് കൂടിയിട്ടാവണം. അതിന് വേണ്ടിയിട്ട് ആ സമയം മാറ്റി വെക്കാം. മറ്റ് ചിന്തകളൊക്കെ മാറ്റി, മറ്റ് ഇടങ്ങിയർ അതിൻ്റെ ഇടയ്ക്കൂടെ മറ്റ് പണികളും അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് കാര്യം നടന്നു കിട്ടണം. നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വിഷയമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടി മെനക്കെടൂലേ. അപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് പറ്റുന്ന എളുപ്പമുള്ള ഒരു മാർഗമാണത്. ചൊല്ലി ആരെങ്കിലും ഒരാൾ ഇശാ മഗ്രിബിനിടയിൽ ചൊല്ലി തീർക്കാൻ, ഓതി തീർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം യജമാനനായ റബ്ബിനോട് അവൻ ആ വ്യക്തി അവളുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തു ആയിക്കൊള്ളട്ടെ അത് നടന്നു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ വെറുതെ പറയല്ല, കിതാബുകളിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ മഗ്രിബ് നിസ്കാര ശേഷം ഇശാഇനിടയിലായിട്ട് 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എന്താവശ്യം വെച്ചിട്ട് റബ്ബിനോട് ഓതുന്നുണ്ടോ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നുണ്ടോ, ആ ആവശ്യം നടന്നു കിട്ടുന്നതാണ് എന്ന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എന്നോട് ചോദിച്ച ആ ഉമ്മാക്കുള്ള മറുപടി, ഒരു പരിഹാര മാർഗം എന്നതിലുപരി ഇതുപോലെ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്, അവർക്കൊക്കെ ഇത് കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മുടെ കുടുംബാദികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പല ആളുകളും ചിലപ്പോൾ പുറത്തു പറയാൻ മടിക്കണ്ട, എനിക്ക് ഓതാൻ അറിയില്ല എന്ന്, അല്ലെങ്കിൽ എനിക്ക് ഓതാൻ കിട്ടൂല എന്നൊക്കെ പുറത്ത് പറയാൻ സാഹചര്യം കാരണം ഓതാൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്കുള്ളൊരു പരിഹാര മാർഗമാണ്. ഇത്രയും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. നമ്മൾ കാരണം ഒരാളുടെ വിഷമം നീങ്ങി കിട്ടിയാൽ അത് ഏറ്റവും വലിയ ഖൈറാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയൊരു മാർഗമാണിത്. ഇശാ മഗ്രിബിനിടയിൽ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് കൃത്യമായി ഞാൻ ഈ പറഞ്ഞ ആദ്യം ഓതി തന്ന രൂപത്തിൽ തന്നെ നിർത്തി ഓതാൻ പരിശ്രമിക്കുക. ഇനി അതല്ല, നമുക്ക് പെട്ടെന്ന് ഓതണം. എന്നാൽ കൂട്ടി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ്, ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ് എന്ന് ചേർത്ത് ഓതുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേവലം ഒരു ചെറിയ സൂറത്ത് 4 ആയത്തുകൾ മാത്രമുള്ള സൂറത്താണെന്ന് കരുതി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഇസ്മുകൾ പറയുന്ന ഒരു സൂറത്താണ്. അഹദ്, സ്വമദ് അങ്ങനെ തുടങ്ങിയിട്ട് കുഫുവൻ അഹദ്, ആരും ഒരാളും കുഫു വെക്കാത്ത, അതായത് ഒരാളോടും പകരം നിൽക്കാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആരും പരിശ്രമിച്ചാൽ അള്ളാഹുവോട് എത്തൂലല്ലോ. അള്ളാഹു എല്ലാവരെ തൊട്ടും നിരാശ്രയനായവനാണ്. ആരും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആശ്രയിക്കാത്ത ഒരാളും തന്നെ ഇല്ല. അപ്പൊ നമ്മളൊക്കെ ആശ്രയിക്കുന്ന അള്ളാഹുവിലേക്കാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹു നടത്തി തരാതെ നമ്മുടെ ഒരു കാര്യം നടക്കൂല. അപ്പൊ അങ്ങനെ ഇത് പ്രതിപാദിക്കുന്ന വലിയൊരു സൂറത്താണ്. എന്ത് സംഭവം 4 ആയത്തുള്ളെങ്കിലും വലിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ അത് പാരായണം ചെയ്യുമ്പോൾ അത്ര മഹത്വത്തോടു കൂടി പാരായണം ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾ അതിലുള്ള ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട അസ്വമദ് എന്ന നാമം, നമുക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറഞ്ഞില്ലേ, സ്വമദ് എന്ന നാമം എല്ലാ നിസ്കാര ശേഷവും 40 തവണ വീതം മുടങ്ങാതെ പതിവാക്കുന്നവരാണ് എങ്കിൽ അവർ ചോദിക്കുന്നത് അള്ളാഹു കൊടുക്കുന്ന. അതുപോലെ തന്നെ സർവ്വ ബലാഉ മുസീബാത്തുകൾ, ഷർറുകൾ, ഫിത്ന, ഫസാദുകളിൽ നിന്ന് കാവൽ കിട്ടാൻ മതിയാവും.
അല്ലേ? നമുക്ക് വരുന്ന ഇടങ്ങേറുകൾ എന്തൊക്കെ കണക്കാക്കപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ കാവല് കിട്ടാൻ ഈ സ്വമതി എന്ന ഇസ്മ പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ രേഖപ്പെടുത്താണ്. സൂറത്തുൽ ഇഖ്ലാസ് വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ നമ്മുടെ ഈ ആവശ്യങ്ങൾ നമുക്ക് പല അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനോടൊപ്പം തന്നെ പല മുസീബാത്തുകൾ നമ്മളിലേക്ക് വരും. അപ്പൊ ഈ മുസീബത്തുകൾ തട്ടി മാറാനൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് നമ്മുടെ മക്കളെ അത് ശീലിപ്പിക്കുക. നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യമാരെ, നമ്മുടെ കുടുംബാദികളെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്ത് ചെയ്യുക? അവരുടെ ജീവിതത്തിൽ ഒരുപാട്, കാരണം ആരെ കൊണ്ടാണ് ഷെർ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ ഷെർ വരുന്ന മക്കളെ കൊണ്ടായിരിക്കും, മക്കളെ കൊണ്ട് മുസീബത്തായിരിക്കും, അല്ലെ ഭർത്താവിനെ കൊണ്ട് ഭാര്യയെ കൊണ്ട് മുസീബത്തായിരിക്കും, അല്ലെ കുടുംബാദികളെ കൊണ്ട് ഇടങ്ങേറായിരിക്കും, അയൽവാസിയെ കൊണ്ട് ഇടങ്ങേറായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഭരിക്കുന്ന ആളുകളെ കൊണ്ട് മുസീബത്തായിരിക്കും. ഏത് രൂപത്തിലും മുസീബത്ത് വരാം. അപ്പൊ ഇതില്ലാതിരിക്കാൻ, അതിൽ നിന്നൊരു കാവല് കിട്ടാൻ, പ്രൊട്ടക്ഷൻ കിട്ടാൻ കാരണമായി തീരുമെന്ന് അതിലെ സ്വമതി എന്ന നാമം മാത്രം അത്ര പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇതിനപ്പുറത്തേക്ക് മറ്റൊന്ന് കാണാൻ പറ്റും. ആരെങ്കിലും ഒരാൾ രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബാദികൾപ്പെട്ട ആരെങ്കിലും രോഗികളുണ്ടാവും, പ്രായമെത്തി, അല്ലെങ്കിൽ കുറേ നാളായി രോഗിയായി കഴിയുകയാണ്, ഇനി മരിക്കുക, മരണമല്ലാത്തൊരു പ്രതീക്ഷയില്ല, അങ്ങനെ കിടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇനി ഏത് രോഗിയായിക്കൊള്ളട്ടെ, ആ രോഗിയായ വ്യക്തി അദ്ദേഹം ആ രോഗാവസ്ഥയിൽ കിടന്ന് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുകയാണ് എങ്കിൽ, സൂറത്തുൽ ഇഖ്ലാസ് ദായിമാക്കുകയാണെങ്കിൽ, നിശ്ചിത എണ്ണമൊന്നും പറയണില്ല, എന്നാലും കഴിയുന്നത്ര എത്രയോ ഓതാൻ പറ്റും അത്രയും പാരായണം ചെയ്യുകയാണ് എങ്കിൽ, ആ രോഗത്തിലായി അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖബറിൽ മൂപ്പർക്ക് ഒരു പ്രയാസം ഉണ്ടാവൂല. നോക്കൂ നിങ്ങൾ, ഖബറിൽ ആ വ്യക്തിക്ക് ഒരടങ്ങേറുണ്ടാവൂല. ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം മനുഷ്യൻ എന്ത് ചെയ്യും? ഏതൊരാളെ ആണെങ്കിലും ഒന്ന് ഞെരുക്കും, ഖബറൊന്ന് പിടിച്ചിട്ട്. നല്ല ആളാണെങ്കിലും മോശക്കാരനാണെങ്കിലും ഖബറൊന്ന് പിടിച്ചൊന്ന് വാരിപ്പുണരും. മോശക്കാരനാണെങ്കിൽ ആ പിടുത്തം കുറച്ച് ഗൗരവമായിരിക്കും, നല്ല ആളാണെങ്കിൽ അത് സ്നേഹത്തോടെയുള്ള കൂട്ടിയണക്കലാവും. എന്നാൽ ഈ കൊടുക്കുന്ന സമയത്ത്, പിടിക്കുന്ന സമയത്ത് എന്തുണ്ടാവൂല? പ്രയാസം ഉണ്ടാവൂല. ആർക്ക്? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം പതിവാക്കുന്ന ആൾക്ക്. ഖബറിന്റെ അദാബുകളൊന്നും ആ വ്യക്തിയിലേക്ക് അടുക്കുക പോലുമില്ല. ഒരു ഫിത്ന, നരകത്തിന്റെ ഇടങ്ങേറുകൾ, തീ ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു വരൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അവരുടെ അനുഭവങ്ങൾ മഹാന്മാരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവർത്തേക്ക് പഠിപ്പിച്ചു കൊടുത്ത, ഈ മഹാന്മാർ പഠിച്ചെടുത്ത വലിയ അനുഗ്രഹങ്ങളാണ്. ആരെങ്കിലും ഒരാൾ ഇത് പതിവാക്കുകയാണ് എങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഖബർ രക്ഷപ്പെട്ടു കിട്ടുന്നത്. നമ്മുടെ രോഗികളായ ആളുകളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കുറേ ഓറഞ്ചും മുന്തിരിയും ആപ്പിളും ഒക്കെ ആയിട്ട് കൊണ്ടുവരും. ഇതല്ല അവർക്ക് വേണ്ടത്, മറിച്ച് അവർക്കൊരു സാന്ത്വന വേണ്ടത്. അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, ആരാണോ നമ്മുടെ സുഖമില്ല നടക്കുന്നത്, നിങ്ങൾ ഇഖ്ലാസ് സൂറത്ത് ഓതിക്കോളി, എപ്പോഴും ഓതിക്കോ, എന്ത് ചെയ്യുക, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അത് മതിയായതാണ്, ഇത് പറഞ്ഞു കൊടുക്കാം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ആ വ്യക്തി, സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അവർ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് ഓതി 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 അവരതിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ആ രോഗത്തിലായി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ കൊടുത്ത ഗിഫ്റ്റുകൾ വെച്ച് ഈ ഉണക്ക ആപ്പിളും ഓറഞ്ചും കൊടുത്തതിനേക്കാൾ ആ കൊടുക്കുന്ന ഒന്നുമല്ല, അത് ദുനിയാവിൽ വെച്ച് കഴിഞ്ഞു, കുറച്ചേരം ഇരുന്നാൽ അത് ചീഞ്ഞു പോകും. എന്നാൽ സ്വർഗത്തിലേക്കുള്ള എൻട്രി പാസ്സാണ് നമ്മൾ ആ മനുഷ്യർക്ക് കൊടുക്കുന്ന വലിയ സമ്മാനമാണ് എന്ത്, ആ പറഞ്ഞു കൊടുത്ത ഒരു അറിവ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ, സന്ദർശിക്കുമ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിക്കോളാൻ പറയണം. അടുത്ത് അവർക്ക് രോഗം ശമനമാകാനും അതൊരു രക്ഷ കാരണമായി തീരും. ഇനി അതല്ല, അള്ളാഹു ഷിഫാവ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ രോഗം ശമനമാകാൻ ആ സൂറത്ത് മതിയായതാകും, കാരണമായി തീരും. അങ്ങനെ ഉപകാരമുള്ളതാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടത്, അല്ലേ? ബലാ തട്ടിമാറാൻ ഈ സൂറത്ത് മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരുമാറാകട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയം ചെറിയ സൂറത്താണ് എന്ന് കരുതി ഗൗരവം ഇല്ലാത്തതല്ല, മറിച്ച് ആ ചെറിയ സൂറത്ത് വലിയ സൂറത്തുകളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് തന്നെയാണ്. പരിശുദ്ധ ഖുർആന്റെ 1/3 10 ജുസ്ഉ ഓതിയ കൂലി കിട്ടാൻ, 3 തവണ ഓതിയാൽ 30 ജുസ്ഉ ഓതിയ കൂലി കിട്ടാൻ കാരണമാകുന്ന അത്രയേറെ മഹത്വമുള്ള അള്ളാഹുവിന്റെ വലിയ ഇസ്മുകളിൽപ്പെട്ട സ്വമദി എന്ന നാമം ഉൾക്കൊണ്ട സൂറത്താണ് സൂറത്തു ഇഖ്ലാസ്. ഇൻഷാ അല്ലാഹ് പതിവാക്കുക. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സകല അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ഇറക്കുകയാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് ആളുകൾ പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട്, പലരും വിഷമങ്ങൾ അറിയിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് വാട്സപ്പിലും അതുപോലെ തന്നെ കമന്റുകളായൊക്കെ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾക്കൊക്കെ കഴിവിന്റെ പരമാവധി റീപ്ലൈ കൊടുക്കാറുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ഒന്നുകൂടെ അത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കാണുന്ന സമയത്ത് തന്നെ എന്നെ റീപ്ലൈ തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസുള്ള
ഇഖ്ലാസുള്ള പ്രവർത്തനമാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്റോ ദുആയൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. നിങ്ങൾ ദുആ ഇറക്കണം. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയിൽ സാധുവായ എന്നെയും കുടുംബത്തെ ഓർക്കണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.